പാഠം 432 പഠിക്കേണ്ട മര്യാദകൾ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. ആഹാ, നമസ്കാരം. താമരശ്ശേരി സാറോ? എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ? ഞാൻ ഇന്നലെ കൂടി സാറിനെ പറ്റി ഓർത്തതേ ഉള്ളൂ. ഇതുവഴിയോ? ആഹാ, അത് കൊള്ളാം. സാർ തീർച്ചയായിട്ടും വരണം. അതൊക്കെയല്ലേ എന്നെ പോലുള്ള ആൾക്കാരുടെ സന്തോഷം. 8:30 ആ, വരണം സാർ. ആണോ? അതൊക്കെ ഞാൻ ഏറ്റു. ഈ വിവരം പറയുമ്പോ ഭാമം ഞെട്ടും. ശരി സാർ. എന്താണ് പ്രശ്നം? ഞെട്ടിക്കുന്ന വാർത്തയാന്ന് തോന്നല്ലോ. രാവിലെ ഒരു അതിഥി വരുന്നു. ആരാ? കളക്ടറേറ്റിലെ സൂപ്രണ്ട് താമരാക്ഷൻ സാർ. ഇതാണോ ഞാൻ ഞെട്ടെന്ന് പറഞ്ഞത്? മോഹനേട്ടൻ അത്രയ്ക്ക് അങ്ങ് തീർത്ത് പറഞ്ഞപ്പോ ഞാൻ കരുതി ഏതോ വലിയ ആളാണ് വരുന്നതെന്ന്. താമരാക്ഷൻ സാർ എന്താ വലിയ ആളല്ലാത്തത്? കളക്ടറേറ്റിലെ സൂപ്രണ്ട് എന്ന് പറഞ്ഞ ചെറിയ ആളാണോ? കളക്ടറേറ്റിലെ കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആളാണ്. അതല്ലാതെ അവിടുത്തെ ഒരു സൂപ്രണ്ട് വലിയ ആളാവുന്ന എങ്ങനെയാണ് മോനേട്ടാ? കളക്ടറേറ്റിലെ സൂപ്രണ്ട് അതിനെന്താണ്? മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പിയൂണാണെങ്കിലും പിയൂണല്ലേ മോഹനേട്ടാ? വില്ലേജ് ആഫീസിലെ പിയൂണാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ആഫീസിലെ പിയൂണാണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ? നിനക്ക് താമരാക്ഷൻ സാറിനെ പറ്റി ശരിക്കും അറിയാഞ്ഞിട്ടാ. റവന്യൂ വകുപ്പിലൊക്കെ സാറിന് എന്ത് പേരാണെന്നറിയാമോ? കൃത്യനിഷ്ഠക്കാരൻ, സത്യസന്ധൻ, അങ്ങനെ പലതും. പോരാത്തതിന് താമരാക്ഷൻ സാറ് നമ്മുടെ തഹസിൽദാരുടെ അനിയനുമാണ്. അതല്ല, ആയിക്കോട്ടെ. ഇപ്പത്തെ പ്രശ്നം എന്താണ്? അത് താമരാക്ഷൻ സാറ് രാവിലെ ഇതുവഴി പോകുന്നുണ്ട്. കുറെ നാളായി സാറ് പറയുന്നത് ആ മോഹനകൃഷ്ണന്റെ വീട് വരെ എനിക്കൊന്ന് വരണമെന്ന്. ഇതുവഴി പോകുമ്പോ ഇവിടെ കയറിക്കോട്ടെ എന്ന് ചോദിക്കാനാണ് സാർ വിളിച്ചത്. ഇത്ര ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നമാണെന്ന്. വലിയ പ്രശ്നമാണ്. താമരാക്ഷൻ സാറ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. 3-4 മാസം മുമ്പ് ഒരു ദിവസം വെളുപ്പിന് ഞാൻ കളക്ടറേറ്റിലെ ക്യാമ്പിന് പോയത് എനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് രാവിലെ കഴിക്കാനായി എനിക്ക് പുട്ടും ഒരു പുഴുങ്ങിയ ഏത്തപ്പഴം തന്നു വിട്ട് എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ താമരാക്ഷൻ സാറും കൂടി ആ പുട്ടും പഴം കഴിച്ചിട്ട് എന്നോട് പറയുക, കൊള്ളാലോ മോഹനകൃഷ്ണ, തന്റെ ഭാര്യയുടെ പാചകം അസലായിട്ടുണ്ട് എന്ന്. അതെ, അന്നത്തെ പുട്ടിന്റെ പകുതിയും കഴിച്ച താമരാക്ഷൻ സാറാ. ഇപ്പൊ സാറ് പറയുക, എന്തായാലും അതുവഴി വരികയല്ലേ, രാവിലെ മോഹനകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് പുട്ടും പഴവും കഴിക്കാമെന്ന്. നീ പെട്ടെന്ന് പോയി പുട്ടും പഴമൊക്കെ ശരിയാക്കി വെക്ക്. അങ്ങനെ വന്നു കയറുന്നവർക്കൊക്കെ വെച്ച് വിളമ്പാൻ ഇതൊന്നും ഹോട്ടലോ? ഭാമേ, ആവശ്യമില്ല തർക്കിക്കുന്നില്ലേ. വരുന്ന ചെറിയ ആളല്ല, താമരാക്ഷൻ സാറാ. ഞാൻ ഈ വേഷം മാറി വരുമ്പോഴേക്കും നീ കഴിക്കാൻ റെഡിയാക്കി വെക്കും. വക്കീലേ, നമസ്കാരം വക്കീലേ. ആ ദാമോദരന്റെ കേസിന്റെ അവധി ഇന്നാണ്. ആണെങ്കിലാ അത് വക്കീലിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നാണ്. ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാദവും വിസ്താരവും വിധിയൊക്കെ എന്നാണെന്ന് ഓർത്തു വെക്കാനുള്ള സാമർഥ്യമൊക്കെ എനിക്കുണ്ട്. ഒന്നുമല്ലെങ്കിലും കൃത്യനിഷ്ഠയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യ. ഒരു കാര്യം കേൾക്കണോ? എനിക്കിന്ന് 10 മണിക്ക് ഇറങ്ങേണ്ടതാ. അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം ഒന്ന് തീർത്ത് ഒന്ന് സ്വസ്ഥമായി വരുമ്പോഴേക്കും ഇതാ വരുന്ന അടുത്ത കുരിശ്. ഏത് കുരിശ്? ഈ നമ്മുടെ തഹസിൽദാരുടെ അനിയനെ മറ്റാണ്. താമരാക്ഷനോ താമരാക്ഷ സാറ്. ഓ, കളക്ടറേറ്റിലെ സൂപ്രണ്ട്. ആള് ഭയങ്കര മിടുക്കനാണ് വക്കീലേ. പറഞ്ഞു വരുമ്പോ നമ്മുടെ മോഹനേട്ടൻ സാറിനെ പോലെ തന്നെ സത്യസന്ധൻ, കൃത്യനിഷ്ഠക്കാരൻ, മര്യാദക്കാരൻ. ഇതാണോ ഉത്തമ മര്യാദ? ഒരു ദിവസം രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഒരു വീട്ടിലേക്ക് വിളിച്ച് 8:30 ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? ആ വീട്ടുകാർക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പോലുമില്ല കക്ഷി. അല്ലെങ്കിൽ തന്നെ ഉദ്യോഗമുള്ള ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടില് രാവിലെ തന്നെ ലോഹ്യം പറയാൻ ചെല്ലുന്നത് എങ്ങനെയാ മര്യാദയാവണത്? അല്ല വക്കീലേ, അതിപ്പോ മോഹനേട്ടൻ സാറുമായിട്ടുള്ള അടുപ്പം വെച്ച് താമരാക്ഷ സാറ് അങ്ങനെ മോഹനേട്ടന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. അയാൾ വരുന്നു എന്ന് കേട്ടപാടെ അയാൾക്ക് വെട്ടിവിഴുങ്ങാനുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്നോട്. എനിക്ക് സമയമുണ്ടോ അതിനുള്ള സൗകര്യമുണ്ടോ എന്നൊന്നും സാറ് ചോദിച്ചതേ ഇല്ല. ഞാനിവിടുത്തെ വേലക്കാരിയാണെന്നാണല്ലോ സാറിന്റെ ധാരണ. അല്ല വക്കീലേ, വീട്ടില് ഭാര്യമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് അറിയാതെ ഈ യോഗ്യന്മാര് ഇങ്ങനെ ഓരോന്നങ്ങ് പറയും.
എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴോ പരമ യോഗ്യന്മാര്, നാട്ടുകാരുടെ മുന്നിൽ കൃത്യനിഷ്ഠക്കാര്, സത്യസന്ധര്. ഒരു ദിവസം ഞാൻ മോഹനയുടെ ഷർട്ട് കൊണ്ട് തേച്ചു കൊടുത്തില്ലെങ്കിലേ അന്ന് തീരും വില്ലേജ് ഓഫീസറുടെ ആ കൃത്യനിഷ്ഠ. നമസ്കാരം സാർ. നമസ്കാരം. നീ ഇതൊരു അടുക്കള കയറിയില്ലേ? താമരാക്ഷ സാറ് 8:30 പറഞ്ഞാൽ 8:30. പറഞ്ഞ സമയത്ത് സാറിങ് എത്തുമ്പോ കഴിക്കാൻ ഒന്നുമില്ലെന്ന് പറയരുത്. ഉത്തമൻ ഇവിടെ നിൽക്കുന്നതോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വക്കീലിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് സാറേ. ഒരു കേസ് ഉണ്ടായിരുന്നു, ഇന്നാണ് അതിന്റെ അവധി. ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് കരുതി. നന്നായി. ഭാമയ്ക്ക് കൃത്യനിഷ്ഠ തീരെയില്ല. കക്ഷി വന്ന് ഓർമ്മിപ്പിച്ചാല് കേസിന്റെ കാര്യം അവൾ ഓർക്കൂ. ആ പിന്നെ ഉത്തമ, താമരാക്ഷ സാറ് ഇന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു കണക്കിന് നന്നായി. കളക്ടർ അടുത്ത് എനിക്ക് നല്ല പേരാണെങ്കിലും കളക്ടറേറ്റിലെ പലർക്കും എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോ താമരാക്ഷ സാറിനെ പോലെ ഒരാളുമായിട്ടൊരു അടുപ്പുണ്ടാകുന്നത് നല്ലല്ലേ? പിന്നെ അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ സാറേ. ഞാൻ ഇറങ്ങുന്നേ. എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ ഒന്ന് കാണണം. ഓക്കെ സാറേ. വേറെ ഒരു പണിയില്ലേ മോഹനേട്ടന്? ഒരു പുട്ടുപഴം കൊണ്ട് വന്നിരിക്കുന്നു. അതാണ് പുച്ഛം. പുട്ടും പഴവും വേണമെന്ന് താമരാക്ഷ സാർ പറഞ്ഞല്ലേ? അങ്ങനെ ഏതെങ്കിലും താമരാക്ഷ സാറ് പറയുമ്പോഴേക്കും പുട്ടും പഴം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടെ ഹോട്ടലിൽ തുറന്നിരിക്കില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോഹനേട്ടൻ എന്തെങ്കിലും വേണമെന്ന് പറ, ഞാൻ ഉണ്ടാക്കി തരാം. അല്ലാതെ നാട്ടിലൂടെ പോകുന്നവരൊക്കെ പറയുന്ന ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നാട്ടിലൂടെ പോകുന്നവരോ? ഭാമേ, ഇങ്ങോട്ട് വരുന്നത് കളക്ടറേറ്റിലെ സൂപ്രണ്ടാണ്. അതെന്റെ പ്രശ്നമല്ല. ഞാൻ ഇവിടെ രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കഴിച്ചിട്ട് പോവാ. അല്ലാതെ വരുന്നവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് വച്ചുണ്ടാക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഭാമേ, ഇത് നീ വാശി തീർക്കുകയാണ്. താമരാക്ഷ സാറിനെ പോലൊരു സീനിയർ ഉദ്യോഗസ്ഥന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിനക്കുണ്ടായ അസൂയ. സാറ് വരുമ്പോ പുട്ടും പഴവും കൊടുക്കാതിരുന്നാൽ സാറിന് എന്നോടുള്ള ഇഷ്ടം കുറയുമല്ലോ. അപ്പോ താമരാക്ഷ സാറിന് മോഹനേട്ടനോടല്ല ബഹുമാനം, ഞാൻ ഉണ്ടാക്കുന്ന പുട്ടും പഴവുമാണ് കാര്യം എന്നല്ല പറഞ്ഞത്. ഇവിടെ വരുമ്പോ പുട്ടും പഴവും റെഡിയാക്കി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയതല്ലേ? മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കല്ലേ? താമരാക്ഷ സാർ എല്ലാരോടും അത് പറയുന്നതുമാണ്. അങ്ങനെയുള്ളപ്പോ എന്റെ വാക്ക് വെറുമാകാവില്ലേ? താമരാക്ഷ സാറിന് പുട്ടും പഴവും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നതിന് മുന്നേ മോഹനേട്ടൻ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടേ ഇല്ല. അത് മോഹനേട്ടന്റെ മാത്രം തെറ്റാണ്. ഇനിയിപ്പോ ഈ പുട്ടും ഏത്തപ്പഴം പുഴുകിയതും കൂടിയേ തീരുന്നാണെങ്കിൽ മോഹനേട്ടൻ തന്നെ ഉണ്ടാക്കണം. അവസരം ചൂഷണം ചെയ്യരുത്. മണി 8:20. സാറ് കൃത്യം 8:30 ഇവിടെ എത്തും. താമരാക്ഷ സാറ് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കൃത്യമാണ്. എന്തായാലും 10 മിനിറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കാനേ എന്നെ കൊണ്ട് അറിയില്ല. പുട്ടുപൊടി നനച്ച് തേങ്ങ ചിരണ്ടി പുട്ടുകുറ്റിയിൽ വെച്ച് വേവിച്ചെടുക്കാനുള്ള സമയം എന്തായാലും വേണം. ഈ അരിപ്പൊടിയും തേങ്ങയൊന്നും റവന്യൂ വകുപ്പിലെ ജോലിക്കാരല്ലാത്തതുകൊണ്ട് തീരെ കൃത്യനിഷ്ഠയില്ല മോഹനേട്ടാ. അതിന് തോന്നുമ്പോഴേ അത് വേഗുള്ളൂ. ഈ ഏത്തപ്പഴത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്കിനി എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ താമരാക്ഷ സാറിന് ഇഡ്ഡലി കഴിക്കാം. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് പുട്ടു വാങ്ങി വിഴുക. അതേ നടക്കുള്ളൂ. എന്താ മോഹനേട്ടാ, മണി 8:30 ഇനി ഇവിടുത്തെ ബാക്കി മുഴുവൻ ജോലിയും തീർത്ത് എനിക്ക് 10 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം. റവന്യൂ വകുപ്പിന്റെ അത്രയും ഇല്ലെങ്കിലും എന്റെ വക്കീൽ ഓഫീസിനും കുറച്ച് കൃത്യനിഷ്ഠയൊക്കെ വേണം. അപ്പോ നീ പുട്ടും പഴം പുഴുകിയത് ഉണ്ടാക്കില്ല? ഒരു കാരണവശാലും ഉണ്ടാക്കില്ല. ഉറപ്പാണോ? ഇത്ര കാര്യങ്ങളിൽ എന്താണ് മോഹനേട്ടാ സംശയം? മോഹനേട്ടനെ കാണാൻ വരുന്ന കൃത്യനിഷ്ഠക്കാരന്റെ തൊണ്ടയിലൂടെ പുട്ടേ ഇറങ്ങൂ എന്നാണെങ്കിൽ അതിന് വേറെ വഴി നോക്കണം. സോറി. ഹലോ. ഉത്തരവാദി ഞാനാ. എന്ത് സാറേ? ഭാമ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. കൃത്യനിഷ്ഠയെ പറ്റി ഞാൻ പറഞ്ഞത് അവൾക്ക് പിടിച്ചിട്ടില്ല. എന്നെ തോൽപ്പിക്കാനായി അവൾ അരിപ്പൊടിയെയും ഏത്തപ്പഴത്തെയും കുറ്റം പറയുക. സാറേ ഇപ്പൊ പറഞ്ഞ എനിക്ക് തീരെ മനസ്സിലായില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉത്തമൻ നേരെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചെന്ന് 1 കുറ്റി പുട്ടും 2 ഏത്തപ്പഴം പുഴുകിയതുമായി കൊണ്ടുവരണം.
കൃത്യം 8:30 താമരാക്ഷ സാർ ഇവിടെ എത്തും. അല്ല, വീട്ടിൽ വരുന്നവർക്ക് ചായക്കടയിലെ പുട്ടുപഴമാണോ വാങ്ങിച്ചു കൊടുക്കുന്നേ? അല്ല, അവനെന്ത് ചെയ്യും? ഭാമ ഒരു തരത്തിലും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വേറെന്താ ഉത്തമ ഒരു വഴി? ഉത്തമം പെട്ടെന്ന് ഞാൻ പറഞ്ഞ സാധനം വാങ്ങിട്ട് വാ. അല്ല സാറേ, അത് പിന്നെ എനിക്കിന്ന് 1-2 അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു സാറേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ താമരാക്ഷ സാർ വരുമ്പോ കഴിക്കാനൊന്നും കൊടുക്കാതിരിക്കുന്നത് മര്യാദയാണോ? ഉത്തമം പെട്ടെന്ന് പുട്ടുമ്പഴം വാങ്ങി വാ. അല്ല, പിന്നെ താമരാക്ഷ സാറ് കൃത്യം 8:30 എത്തും. ഉത്തമൻ സാധനവും വാങ്ങി വരുമ്പോഴേക്കും സാർ ഇവിടെ എത്തിയിട്ടുണ്ടാവും. പുള്ളിക്കാരന്റെ മുന്നിലൂടെ പുട്ടുമ്പഴം താങ്ങിക്കൊണ്ട് വരരുത്. പുറകു വശത്തെ ഗേറ്റിന് അവിടെ വന്നിട്ട് ഹോൺ അടിച്ചാൽ മതി. ഞാൻ ഇറങ്ങി ഒന്ന് വാങ്ങിച്ചോളാം. ശരി ശരി. എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. കള്ളത്തരമുണ്ടല്ലോ. എന്താണ് സംഭവം? എന്ത് കള്ളത്തരം? ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാൻ ഭാര്യ തയ്യാറായില്ലെങ്കിൽ ഭർത്താവിന് തോന്നി വഴി ചെയ്യും. അത്ര തന്നെ. അതേത് വഴി? ആ വഴി അറിയണ്ട. കൃത്യം 8:30 കണ്ടോ? ഇതിനെയാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. നിന്നെ കാണാൻ വരുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ 8:30 എന്ന് പറഞ്ഞാൽ വരുമ്പോഴേക്കും 10:30 ആയനെ. കണ്ട് പഠിക്ക്. നമസ്കാരം സാർ. പുരുഷോത്തമായിരുന്നു. പത്രത്തിന്റെ പൈസ വാങ്ങാൻ വന്നതാ. ഇന്ന് എത്ര തീയതി? 10-ാം തീയതി. സാധാരണ പുരുഷോത്തമൻ വരുന്നതാണ് 5-ാം തീയതി. 5-ാം തീയതി മുതൽ പുരുഷോത്തമന് തരാനുള്ള കാശുമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ പുരുഷോത്തമന് കൃത്യനിഷ്ഠ തീരെ ഇല്ല. ഇങ്ങനെ തോന്നുമ്പോ ഒന്ന് കാശ് കൊതിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ആണോ? പോയിട്ട് നാളെ വരൂ. ശരി. നിൽക്കോ, ഇവിടെ വരൂ. കൃത്യനിഷ്ഠ, സത്യസന്ധത, മര്യാദ എന്നൊക്കെ പറയുന്നത് മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പുരുഷോത്തമന് അതില്ല എങ്കിൽ ഉള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കണം. മനസ്സിലായല്ലോ? പോയിക്കോളൂ. ആളുകൾക്കൊന്നും ഒരു മര്യാദയില്ല. രാവിലെ കയറി ഇങ്ങ് വരും. എന്ത് പറഞ്ഞു താമരാക്ഷ സാറ്? ഞാനൊരു ചായ എടുക്കാം. വന്ന താമരാക്ഷ സാറല്ല, പിന്നെ പത്രക്കാരൻ പൈസക്കുന്നതാ. അപ്പോ ഭൂമിയിൽ ഏറ്റവും വലിയ കൃത്യനിഷ്ഠക്കാരനാണ് താമരാക്ഷ സാറെന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററിക്ക് വന്നില്ലേ? അതെന്ത് പറ്റും മോനോട്ടോ? ഇതാണോ നമ്മൾ താമരാക്ഷ സാറിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മോനോട്ടോ കുറച്ച് മുന്നേ പറഞ്ഞത്? നീ അതോർത്ത് വിഷമിക്കണ്ട. വീട്ടിൽ വരുന്ന അതിഥിക്ക് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ അതനുസരിക്കാനുള്ള മര്യാദ പോലും ഇല്ലാത്ത നീ മര്യാദയെ പറ്റി സംസാരിക്കണ്ട. മോഹനേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ തോന്നുന്നു. വരുന്നയാൾക്ക് ചായ കൊടുക്കാന്നുള്ളത് ഒരു മര്യാദയാണ്. അത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞേ. ഭക്ഷണത്തിന് നേരത്തല്ലേ വരുന്നത്. എന്തെങ്കിലും കഴിക്കാനോട് കൊടുക്കുന്നതിന് ഞാൻ തയ്യാറാണ്. നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു ആ യോഗ്യന് ഇഷ്ടമുള്ള സാധനം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആ മര്യാദ കാണിക്കേണ്ടത് അയാളുടെ ഭാര്യയാണ്, ഞാനല്ല. ഇതുകൊണ്ട് നീ ജയിച്ചു കരുതരുത് ഭാമേ. താമരാക്ഷ സാർ എന്തു പ്രതീക്ഷിച്ചാണോ വരുന്നത് അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കും. അഡ്വക്കേറ്റ് സത്യഭാമയേക്കാൾ ബുദ്ധി വില്ലേജ് ഓഫീസർ കെ മോഹനേശനുണ്ട് എന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്നോട് വാക്ക് രുചിയായിട്ട് നാലെണ്ണം കൂടി പറയാനുണ്ട്. അത് പക്ഷേ താമരാക്ഷ സാർ വന്നിട്ട് പോയതിന് ശേഷം. ഈ മര്യാദ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ഞാൻ കെ മോഹനേശൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഹലോ, അതെ. എന്താ ശിശുപാല? ലീവോ? ഇന്നോ? നടക്കില്ല. നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വരാനും പോകാനും വില്ലേജ് ഓഫീസ് ഒരു സത്രമല്ല. ശിശുപാല, എനിക്കൊന്നും കേൾക്കണ്ട. രാവിലെ 10 മണിയാകുമ്പോ ശിശുപാലൻ ഓഫീസിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ?
എന്താണ് ശിശു പറഞ്ഞിട്ടുള്ള ഗുസ്തി? ശിശുപാലിന് രാവിലെ എഴുന്നേറ്റപ്പോ ചെറിയ പനിയാണെന്ന്, ഇന്നൊരു ദിവസത്തേക്ക് ലീവ് വേണമെന്ന്. എന്തിനായും ഇവർക്കൊക്കെ ജോലി കൃത്യനിഷ്ഠ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്ത് വർത്താനോ മോഹനേട്ടാ? ഈ കൃത്യനിഷ്ഠ, സത്യസന്ധത, മര്യാദ എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ? ഈ പനിക്ക് അതുമല്ല അറിയൂ. പനിക്ക് അതിന് ഇഷ്ടമുള്ളപ്പോ വരും, ഇഷ്ടമുള്ളപ്പോ അതങ്ങ് പോവും. കൃത്യനിഷ്ഠ പാലിച്ചില്ല എന്ന് പറഞ്ഞ് പനിയെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല. അതൊക്കെ പോട്ടെ, മണി 8:45 8:30 വരുമെന്ന് പറഞ്ഞ കൃത്യനിഷ്ഠക്കാരനെ ഇതുവരെ കണ്ടില്ല. അപ്പോ വഴിയൊന്നും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ തടസ്സം ഉണ്ടാവുമ്പോഴാണ് ആളുകൾ വൈകുന്നത്. മറ്റുള്ളവർ വൈകിയാൽ അത് കുറ്റം. കളക്ടറേറ്റിലെ സൂപ്രണ്ട് വൈകിട്ടുണ്ടെങ്കിൽ അത് തടസ്സം. ഇത് എവിടുത്തെ ന്യായമാണ്? സാറത്തി, നിന്റെ പരാതി തീർന്നല്ലോ. വന്നത് താമരാജ് സാറാണെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ ആള് 15 മിനിറ്റ് വൈകി. അത് ഞാനങ്ങ് സഹിച്ചു. വില്ലേജ് ഓഫീസർ സഹിക്കും. കാരണം കളക്ടറേറ്റിലെ സൂപ്രണ്ട് വൈകിയാൽ സഹിക്കേണ്ടത് വില്ലേജ് ഓഫീസർ ഗതികേടാണല്ലോ. പക്ഷേ എനിക്ക് ആ ഗതികേടില്ല. ശരിയാക്കി തരാം. ആഹാ, താമരാക്ഷ സാറോ? നമസ്കാരം സാർ. അകത്തേക്ക് വരാമോ മോഹനകൃഷ്ണ? സാർ കയറി വരണം, ഞാൻ കാത്തിരിക്കായിരുന്നു. താമരാക്ഷ സാർ എത്തി. സാർ വരണം. ഇരിക്കണം സാർ. ഞാൻ RDOയുടെ വീട് വരെ പോകാൻ ഇറങ്ങിയതാ. RDOയ്ക്ക് പനിയായിട്ട് റെസ്റ്റ് എടുക്കുക. പോകുന്ന വഴിയിൽ ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി. മോഹനകൃഷ്ണന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട് സാർ? ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. സാറിനെ പോലെ ഒരാൾ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്ക് അഭിമാനമാണെന്ന് ഞാൻ എന്റെ ഭാര്യ സത്യഭാമയോട് പറയുകയായിരുന്നു. അങ്ങനെ പറയരുത് മോഹനകൃഷ്ണ. കാര്യം പറഞ്ഞാൽ ഞാൻ കളക്ടറേറ്റിലെ സൂപ്രണ്ടും താൻ വില്ലേജ് ഓഫീസറുമായിരിക്കാം. പക്ഷെ പല കാര്യങ്ങളിലും മോഹനകൃഷ്ണനെ കണ്ട് പഠിക്കണമെന്ന ചേട്ട എന്നോട് പറയാറ്. സത്യഭാമയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാ. കേട്ടോ സത്യഭാമേ, തന്റെ ഭർത്താവ് മോഹനകൃഷ്ണൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു അത്ഭുതമാണ്. കൃത്യനിഷ്ഠ, സത്യസന്ധത, മര്യാദ തുടങ്ങിയ കാര്യങ്ങളിൽ മോഹനകൃഷ്ണൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്റെ ചേട്ടൻ ഇവിടുത്തെ തഹസിൽദാറാ. ചേട്ടൻ പറയും, താമരാക്ഷ, മോഹനകൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. അതെ സർ, മോഹനേട്ടൻ ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. ഓഫീസിൽ മാത്രമല്ല കേട്ടോ, വീട്ടിലും. ഇവിടുത്തെ എല്ലാ ജോലികളിലും എന്നെ സഹായിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും മോഹനേട്ടൻ ഇത് സാധിച്ചു തരും. എന്റെ അഭിപ്രായങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാ. ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവ് വേറെ കാണില്ല സർ. പിന്നെ മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടുമൊക്കെ മോഹനേട്ടൻ തന്നെ അലക്കി തേക്കുന്നത്. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അത് ശരി. അപ്പൊ ആഫീസിലെ പോലെ തന്നെയാണ് വീട്ടിലും. കൊള്ളാലോ മോഹനകൃഷ്ണ. കൃത്യനിഷ്ഠയുടെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ സർ. രാവിലെ 8:30 ഒരാള് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അയാള് 8:30 തന്നെ വന്നിരിക്കണം. അല്ലാതെ ഈ 15 മിനിറ്റ് വൈകി വന്നിട്ടുണ്ടെങ്കിലേ മോഹനേട്ടന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. എന്തുദ്ദേശിച്ച മുഖത്ത് നോക്കി ഒന്നും പറയില്ല. അത് മര്യാദയല്ലല്ലോ. പക്ഷേ മനസ്സിൽ അപ്പൊ തന്നെ കുറിച്ചിടും, ഇയാള് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത ഒരാളാണെന്ന്. അല്ല, അത് എപ്പോഴും അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഇപ്പോഴും. എന്തിനാ മോഹനേട്ടൻ വെറുതെ കള്ളം പറയണേ? മോഹനേട്ടൻ കടുത്ത കൃത്യനിഷ്ഠക്കാരനാണെന്ന് താമരാജ് സാറിന് അറിയാലോ അല്ലേ? അതെ. സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സർ, എല്ലാ കാര്യത്തിലും അതേ ചിട്ടയാ. ഒരാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ഉദാഹരണത്തിന് അയാളുടെ ഭക്ഷണം പുട്ടും പഴമാണെന്ന് വിചാരിക്കുക. അതിന്റെ പകുതി വേറൊരാള് വലിച്ചു വാരി തിന്നൂന്നിരിക്കട്ടെ. തിന്നുന്നവൻ ആക്രാന്തം കൊണ്ട് ചെയ്തതായിരിക്കും. പക്ഷെ മോഹനേട്ടൻ അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ മോഹനേട്ടൻ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ.
അല്ലാതെ അയാളുടെ ഭാര്യയെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കുന്ന ശീലമൊന്നും മോഹനേട്ടനില്ല. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാലും മോഹനേട്ടൻ പറയും എനിക്ക് കഴിക്കാനുള്ളത് എന്റെ ഭാര്യ സത്യഭാമ ഉണ്ടാക്കി തരുമെന്ന്. വീട്ടിൽ കൊള്ളാവുന്ന ഒരു ഭാര്യയുള്ളപ്പോ നാട്ടിലെ വീടുകളിൽ തെണ്ടി തിരിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. സാർ ഒരു മിനിറ്റ്. ഭാമ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞത്. സാറ് പുട്ടുമ്പഴം കഴിച്ചിട്ട് പോയാൽ മതി. കൊണ്ടുവന്നിട്ടുണ്ട് അല്ല. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഇപ്പൊ വരാമേ. സാറേ ചായ കുടിച്ചില്ല? ആ സാർ എത്തിയ സാറേ? എന്താ ഇത്ര താമസിച്ചത്? ഓ എന്റെ പൊന്ന് സാറെ, വലിയ മെനക്കേടായി പോയി. സാറ് വിളിച്ച പാടാ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചെന്നതാണ്. പക്ഷെ പുട്ട് തീർന്നു പോയി. വേറെ എന്തെങ്കിലും വാങ്ങിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ പുട്ടും പഴവും വാങ്ങാനാണല്ലോ സാറ് പറഞ്ഞയച്ചത്. ഞാൻ അവിടെ നേരെ സുലൈമാന്റെ ഹോട്ടലിലേക്ക് വിട്ടു. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോ അവസാനത്തെ കുറ്റി പുട്ട് സുലൈമാൻ ഡ്രൈവർ ചന്ദ്രപ്പന്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തള്ളുന്നു. ഞാൻ വിട്ടില്ല, അവിടെ നിന്ന് നേരെ സെബാസ്റ്റിന്റെ കടയിലോട്ട് വിട്ടു. ഭാഗ്യത്തിന് ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു. അത് വാങ്ങി ചടാന്ന് ഞാൻ പോന്നു. ഉത്തമൻ വരാൻ താമസിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. സാറ് വീട് വരെ വന്നിട്ട് പുട്ടും പഴവും കൊടുക്കാൻ പറ്റില്ല, എന്റെ മാനം പോയില്ലേ? ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയട്ടെ. സാർ ഇപ്പൊ കാണിക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ മാന്യതയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തം വലിഞ്ഞു കയറി വരുമ്പോ അയാൾക്ക് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങാൻ പുട്ട് തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമുണ്ട് സാറേ? സാർ ഇവിടെ എന്താണ് ചായക്കട നടത്തണേ? വേണ്ടത്ര മുൻകൂട്ടി പറയാതെ ഒരു വീട്ടിലേക്ക് രാവിലെ കയറി വരുന്നത് ഒന്നാമത്തെ വൃത്തികേട്. അങ്ങനെ തോന്നുമ്പോ വന്നു കയറിയിട്ട് പുട്ട് മാത്രമേ മിണുങ്ങൂ എന്ന് പറയുന്ന അടുത്ത തെണ്ടിത്തരം. സാറേ ഇങ്ങനെയൊക്കെ കയറി വരുന്നവന്മാർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പോ കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെടുത്ത് കൊടുക്കണം. വേണമെങ്കിൽ വലിച്ചു വാരി തന്നിട്ട് പോട്ടെ സാറേ. അല്ലാതെ പിന്നെ താമരാക്ഷ സാറിനെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതൊക്കെ താമരാക്ഷ സാറ് കേട്ട് കാണുമോ? നമ്മളല്ലല്ലോ, ഉത്തമനല്ലേ. അതുപിന്നെ ഞാനും ഈ പയ്യനുമായിട്ട് ചില നേരം പൊക്കൾ പറഞ്ഞു നിൽക്കായിരുന്നു. ഉത്തമൻ മനസ്സിലായില്ലേ? ഭയങ്കര സഹായിയാ. എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു തരും. പിന്നെ ഇപ്പൊ തന്നെ ഈ സാറ് എന്നെ വിളിച്ചിട്ട് പുട്ടും പഴവും വാങ്ങാൻ ഏൽപ്പിച്ചതാ. നാടായ നാട് മുഴുവൻ ഞാൻ തെണ്ടി തിരിഞ്ഞിട്ട് അവസാനം സെബാസ്റ്റിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടായത്. സാറേ അപ്പൊ എന്തായാലും ഞാൻ വരട്ടെ സാറേ. പോട്ടെ സാറേ. ഇങ്ങ് വന്നേ സാർക്ക് വാ. ഇതുപോലത്തെ കേസുകൾ വരുമ്പോ കുറച്ച് നേരത്തെ പറയണേ. പുട്ടായാലും ദോശയായാലും പൊറോട്ട ആയാലും അത് ഉണ്ടാക്കാനുള്ള നേരം കിട്ടണമല്ലോ. ശരി എന്നാ സാറേ, കാണാം സാറേ. പോട്ടാ. ശരി സാറേ. പുട്ടേ മിണങ്ങു. അയ്യോ ഉത്തമം വലിയ തമാശക്കാരനെന്നാ വിചാരം. ആരാണ് എന്താണ് ഏതെന്നൊക്കെ നോക്കാതെ തമാശ പറഞ്ഞോളേ. സാർ അത് കാര്യാക്കണ്ട, നമുക്ക് അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ ഇറങ്ങിയ. അല്ല സാർ, മോഹനകൃഷ്ണൻ വിഷമിക്കുകയൊന്നും വേണ്ട. എന്റെ ചേട്ടൻ പറയുന്നത് പോലെ മോഹനകൃഷ്ണന്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് ചെല്ലണം എന്നൊരു പാഠം ഞാൻ ആദ്യം പഠിച്ചു. നമ്മൾ ചെല്ലാൻ വൈകുമ്പോ നമ്മളെ കാത്തിരിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും. അവർക്ക് വേറെ ജോലി ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കാനും പഠിച്ചു. പിന്നെ ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ നമുക്കിഷ്ടമുള്ള ഭക്ഷണം തന്നെ വേണമെന്ന് വെറുതെ വാശി പിടിക്കരുത്. ആ വീട്ടുകാർ നല്ല മനസ്സോടെ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് കഴിക്കുന്നതാണ് മര്യാദ എന്നും പഠിച്ചു. അല്ല അത് സാറ് ഭാമയും ഉത്തമനൊന്നും പറഞ്ഞ് കാര്യാക്കണ്ട. കാര്യം ആര് പറഞ്ഞാലും കാര്യം തന്നെ. ഇന്നിപ്പോ തെറ്റ് എന്റെ ഭാഗത്താ, അത് ഞാൻ മനസ്സിലാക്കണ്ടേ? അപ്പൊ ശരി. എന്തായാലും എനിക്ക് വേണ്ടി വാങ്ങിയ പുട്ടുമ്പഴമല്ലേ, അതിന് അന്നേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇതും ഒരു മര്യാദയല്ലേ? അപ്പൊ ശരി, കാണാം. ശരി സാർ.
വാങ്ങാൻ പറഞ്ഞു വെച്ചിരുന്നല്ലേ? ഞാൻ പുട്ടുണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോഹനേട്ടന്റെ മുഖത്തുണ്ടായ ഒരു ധൈര്യം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴേ എനിക്കറിയായിരുന്നു സംഭവം ഇതാണെന്ന്. വണ്ടിയുടെ ഹോണിൽ കേട്ട് വില്ലേജ് ഓഫീസർ ഇറങ്ങിയപ്പോഴേ സംഭവം ഉറപ്പായി. എന്നിട്ട് പുട്ടുമ്പഴോടെ അത് താമരാക്ഷ സാർ കൊണ്ടുപോയി. അയ്യേ, അയാളിപ്പോ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ ഇച്ചിയാണോ? ഒരു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം പൊതുകിട്ട് കൊണ്ടുപോണു. അതുകൊണ്ടല്ല, നീ ഉത്തോനെ പറഞ്ഞപ്പോ രാവിലെ ഇങ്ങോട്ട് ഇരച്ചു കയറി വന്നതും നിന്നോട് പുട്ടുണ്ടാക്കാൻ പറഞ്ഞതും ശരിയായില്ലെന്ന് സാറിന് മനസ്സിലായി. ഇനിയിപ്പോ എനിക്ക് വിഷമാവണ്ടെന്ന് കരുതി അത് മങ്ങിപ്പോയതാ. എന്തായാലും നീ പറഞ്ഞ കുറച്ച് കടുത്തുപോയി. എന്റെ ഭക്ഷണത്തിന്റെ പകുതി സാറ് കഴിച്ചായിരിക്കും. നീ ഇപ്പൊ പറയാൻ പോയത് എന്തിനാ? താമരാക്ഷ സാർ ഇപ്പൊ എന്നെ പറ്റി എന്ത് കരുതുന്നു? എന്ത് കരുതിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. രാവിലെ ഇടപെടാന്ന് കയറി വന്നത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. എന്നോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ കൊച്ചുവെളുപ്പാങ്കാലത്ത് ക്യാമ്പിന് പോയപ്പോ മോഹനേട്ടനെ കഴിക്കാനായി ഞാൻ ഉണ്ടാക്കി തന്ന പുട്ടും പഴവും അയാളെ വലിച്ചു വാരി തിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കൂ? എന്റെ മോനോട്ടനെ കഴിക്കാനായിട്ട് ഞാൻ നല്ല രുചിയായിട്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ കൈയിട്ട് വാരണത് താമരാക്ഷ സാറെന്നല്ല, സാക്ഷാൽ ബ്രഹ്മമാണെങ്കിലും വിടുവോ ഞാൻ? വീട്ടിൽ കയറി വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ദോഷൈക ദൃക്കുകൾ ചോദിച്ചേക്കാം. പക്ഷേ മര്യാദ രാമന്മാരിൽ കേമൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന താമരാക്ഷൻ സാറിന്റെ മര്യാദയില്ലാത്ത പെരുമാറ്റമായിരിക്കാം സത്യഭാമയെ ചൊടിപ്പിച്ചത്. എന്തായാലും താമരാക്ഷൻ പഠിക്കാനുള്ളത് പഠിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.